പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിൻ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ ദൈവം തന്നെ ഇന്ന് രാത്രിയിലും ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാൽ. സ്വർഗീയ പിതാവേ, ഇന്നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന് ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങളെ യോഗ്യയാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ എല്ലാവരും പാസ്റ്ററിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ദൈവദാസിന്റെ പുറകിൽ ഉള്ള എല്ലാ ദൈവദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെ വചനം പഠിപ്പിക്കാൻ തക്കവണ്ണം ഷാജൻ പാറക്കടവിൽ പാസ്റ്ററെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവദാസൻ ശക്തമായി എടുത്തുപയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് വളരെ അനുഗ്രഹപ്രദമായി മകനെ ഉപയോഗിച്ചുള്ള കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞ ആഴ്ചക്കാരൻ ഹല്ലേലൂയ സുവിശേഷ പ്രസംഗം എങ്ങനെ ചെയ്യണം, ഹല്ലേലൂയ രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ യേശുവിന്റെ കാൽവരിയിലെ ക്രൂശിലെ മരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം എന്നുള്ള വായിക്കുന്ന വലിയ അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അതിൽ കൂടി കർത്താവ് മനുഷ്യന്റെ ഹല്ലേലൂയ പാപബോധത്തെ കുറിച്ച് ഉണ്ടാക്കുവാനും രക്ഷയിലേക്ക് നടത്തുവാനും തക്കവണ്ണം കർത്താവ് സുവിശേഷ പ്രസംഗം ഹല്ലേലൂയ ശ്രദ്ധിക്കണമെന്നുള്ളതായിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ദൈവം നന്നായി ഉപയോഗിച്ചു. ഇനി ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് കർത്താവ് ഹല്ലേലൂയ ദൈവത്തെ മകനെ കർത്താവ് നന്നായി ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം നന്നായി ഗ്രഹിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ, അത് മറ്റുള്ള ഗുണപ്രദമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് കൂടുവാൻ ദൈവം അവസരം ഒരുക്കുമല്ലോ. എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇന്ന് ആളുകൾക്ക് താല്പര്യമുള്ള ആളുകൾ ദയവായി നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഒരുപക്ഷെ ചില ആളുകളൊക്കെ യാത്രയൊക്കെ ആണെന്ന് എനിക്കറിയാം. എങ്കിലും അവരോട് അല്ല, പൊതുവിൽ വീട്ടിൽ ഇരുന്ന് ഈ ക്ലാസ് സംബന്ധിക്കുന്ന ആളുകൾ ദയവായി നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയാൽ നമുക്ക് ഒന്നിച്ച് കണ്ട് സംസാരിക്കാമല്ലോ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ് അടുപ്പിച്ചെടുത്ത വിഷയം, അതിൻ്റെ വിശാലമായൊരു നോട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. അത് എത്രത്തോളം നിങ്ങൾ നോട്ടൊക്കെ എടുത്തു എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട് എടുക്കത്തക്ക നിലയിൽ അതിൻ്റെ PDF-ഉം വേർഡിലുമുള്ള കോപ്പി നിങ്ങൾക്ക് നമ്മൾ പഠിച്ച 7-8 ഏകദേശം 8-ൽ പരം പ്രസംഗ രീതികൾ. അപ്പം ഓരോ പ്രസംഗത്തിന്റെ അതിൻ്റെ ഒരു തിയറിയും കാര്യങ്ങളും, ഒപ്പം തന്നെ ഒരു അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിന്, ഉദാഹരണത്തിന് ടോപ്പിക്കൽ സെർമൺ ആണെങ്കിൽ അതിന്റെ എങ്ങനെയാണ് ആ ടോപ്പിക്കൽ സെർമൺ എന്ന നിലയിലുള്ള ഒരു വിശദീകരണം കൂടി, ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് വിശാലമായൊരു നോട്ടാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഈ പ്രസംഗം എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു വിശാലമേറിയ നോട്ട് നിങ്ങൾക്ക് ലഭിച്ചല്ലോ. നമ്മൾ ഇതുവരെ പ്രഭാഷണം എന്ന കലയുടെ പ്രസംഗശാസ്ത്രത്തിന്റെ ഒരു തിയറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. തിയറി, അതിൻ്റെ എങ്ങനെയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കുറെ തിയറിയാണ് പഠിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്
അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ പ്രാക്ടിക്കൽ കുറെ ക്ലാസ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡാണ്. അതുകൊണ്ട് വളരെ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വളരെ പ്രധാനമായി നമ്മുടെ പ്രഭാഷണ കലയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട, ചെയ്യേണ്ട ചില പ്രാക്ടിക്കൽ രീതികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഒരു പ്രഭാഷകന് അല്ലെങ്കിൽ ഒരു പ്രസംഗകന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? അവൻ എന്താണ് ഒരു പ്രസംഗകൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സ്വയം അറിയേണ്ട ചില കാര്യങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു പ്രഭാഷകന്റെ ഒരാളുടെ വാക്ക് നമ്മൾക്ക് സ്വീകാര്യമാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി വിശേഷമാണ്, അല്ലെങ്കിൽ വ്യക്തി വൈഭവമാണ്, വ്യക്തി വൈശിഷ്ട്യമാണ് ഒരു വാക്കിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. നമ്മളെക്കാൾ താഴെയെന്നോ അതിലും താഴെയെന്നോ ചിന്തിക്കുന്ന ആളുകളുടെ വാക്കുകളോ അഭിപ്രായങ്ങളോ ഒപ്പം തീരുമാനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സദ്ഗുണ ശീലങ്ങളെ കുറിച്ചുള്ള വാക്കുകളോ നമ്മുടെ ഉപദേശങ്ങളോ ഒക്കെ സ്വീകരിക്കാൻ ഒരുപക്ഷെ പ്രായേണ നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സ്വീകരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മോടൊപ്പം കിടപടിക്കുന്ന, ഒരുപോലെ നിൽക്കുന്ന ആളുകളുടെ, ഇല്ല എങ്കിൽ നമ്മളെക്കാട്ടും അല്പം കൂടി ഉയർന്ന എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകളുടെ, അവരുടെയൊക്കെയാണ് ഒരു വ്യക്തി നമ്മളൊരു വാക്ക് ഒരാളുടെ ഒരു വാക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാക്കുകളെ സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരു പ്രഭാഷകന്റെ വ്യക്തിപരമായ ജീവിതം തൻ്റെ സമൂഹം തൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്നതിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവനിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ മറ്റു പ്രഭാഷകന്റെ വ്യത്യസ്തമായി ക്രിസ്തീയ പ്രഭാഷകനായിരിക്കുന്ന വ്യക്തി, സുവിശേഷ പ്രഭാഷകൻ അല്ലെങ്കിൽ പ്രബോധകനായിരിക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു ദൈവിക നിയോഗമാണ്. ഇതൊരു ദൈവിക നിയോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ, അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അതിന് ചില മാനദണ്ഡങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു, അതിനുശേഷം ഇന്റർവ്യൂ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഓഫർ ലെറ്റർ കൊടുക്കുന്നു. ഓഫർ ലെറ്ററിനകത്ത് അദ്ദേഹത്തിന്റെ ശമ്പളം, പിന്നെ അതിന്റെ പ്രൊബോഷണറി പീരീഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റൂൾസ് ആൻഡ് പോളിസി, ആ കമ്പനിയുടെ പോളിസി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഓഫർ ലെറ്ററിനകത്ത് ഉണ്ടാകും. അത് കഴിഞ്ഞ് ആ പ്രൊബോഷണറി പീരീഡ് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കും. ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു ഇന്ന ജോലിക്ക് വേണ്ടി. അപ്പൊ അവിടെ മുതലാണ് അദ്ദേഹത്തിന് PF ഉണ്ട്, PF, അതുപോലെ തന്നെ ESI ഉണ്ട്, ESI, കമ്പനിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു. അപ്പം ഒരു വ്യക്തിയെ നന്നായി അറിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ നന്നായി തിരിച്ചറിഞ്ഞ് അതിന് കൊള്ളാം എന്ന് വിലയിരുത്തി ആക്കിയ ശേഷം ഒരു പ്രത്യേക ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുക, അത് തന്നെയാണ് ഒരു സുവിശേഷ പ്രഭാഷകൻ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇതൊരു രാജകീയമായിരിക്കുന്ന വിളംബരത്തിന്റെ അല്ലെങ്കിൽ പ്രഘോഷണത്തിന്റെ ഭാഗമാണ് ഓരോ പ്രഭാഷകനും. അതുകൊണ്ട് തന്നെ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രസംഗിക്കുവാനുള്ള, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റം വരെയും പോയി സുവിശേഷം പങ്കുവെക്കുന്ന ഒരു നിയോഗം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, അതുപോലെ തന്നെ 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം, ഈ വാക്യങ്ങളിലൊക്കെ ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേക നിയോഗം കൊടുത്ത് അവരെ അതിനു വേണ്ടി ആക്കി വെച്ചു. അപ്പം ഒരു നിയോഗം എന്ന് പറയുന്നത് വാക്ചാതുര്യമോ നല്ല ഗാംഭീര്യമുള്ള സ്വരമോ അതുപോലെ തന്നെ ആകാരവലിവോ ഒപ്പം തന്നെ എന്തിനും ഏതിനും എതിർക്കാനുള്ള ഒരു മനക്കരുത്ത്, ഇങ്ങനെ ഒട്ടനവധി
ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനമല്ല ഒരു നിയോഗം എന്ന് പറയുക. മറിച്ച് കൃത്യമായി ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കും എന്ന് ദൈവത്തിന് ബോധ്യമായാൽ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിസ്തീയ പ്രഭാഷകൻ എന്ന് പറയുന്നത് അവൻ ജനത്തിനും ദൈവത്തിനും മധ്യേ നിന്നുകൊണ്ട് പഴയ നിയമങ്ങളിൽ പ്രവാചകന്മാർ ചെയ്തിരുന്ന ആ പ്രത്യേക ശുശ്രൂഷയാണ് വാസ്തവത്തിൽ ഒരു പ്രഭാഷകൻ, ക്രിസ്തീയ പ്രഭാഷകൻ നിർവഹിക്കുന്നത്. ദൈവത്തിനും മനുഷ്യനും മധ്യവർത്തിയായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ മനുഷ്യനോട് സംവാദിക്കുന്ന, പറയുന്ന, പരാവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് വാസ്തവത്തിൽ ക്രിസ്തീയ പ്രഭാഷകൻ. അതുകൊണ്ട് തന്നെ ആ പ്രഭാഷകൻ നിയുക്തനാകണം. ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് കൃത്യമായി ഉത്തരവാദിത്തോടുകൂടി ഗൗരവമായി ആ കാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണെന്നൊരു ബോധ്യമുണ്ടാകും. ഈ ശ്രദ്ധിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഭാഗം. എന്തിനും ഏതിനും നമുക്കെന്നെ നമ്മൾ പറയുമല്ലോ, വിളിയെ കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ടാകും, അല്ലെങ്കിൽ ബോധ്യമുണ്ടാകും. ഞാൻ എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഒരു സുവിശേഷകനായിട്ടാണോ, ഒരു പ്രവാചകനായിട്ടാണോ, ഒരു അപ്പോസ്തലനായിട്ടാണോ, ഒരു അധ്യാപകനായിട്ടാണോ, ഒരു ഇടയനായിട്ടാണോ? ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിരിക്കുന്ന ഒരു അടയാളപ്പെടുത്തൽ നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയുടെ മേഖലയിൽ ഉണ്ടാകണം. നമ്മളൊക്കെ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാകാൻ പാടില്ല. എന്തിനു വേണ്ടി? എന്തിനു വെച്ചാലോ, ഞാൻ ശകലം പ്രസംഗിക്കും, ശകലം പാട്ട് പാടും. നമ്മൾ പൊതു ശുശ്രൂഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൊതു ശുശ്രൂഷ. എന്നോട് ആളുകൾ ചോദിക്കും, സഭായാറുണ്ടോ? ഇല്ല. പിന്നെ പൊതു ശുശ്രൂഷയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒറ്റ ശുശ്രൂഷ, ഒരു ശുശ്രൂഷ. നമുക്ക് പൊതു ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. എന്ന് പറഞ്ഞാൽ ശകലം പ്രവചനം, ശകലം ദൂത്, ശകലം വ്യാഖ്യാനം, ശകലം പഠിപ്പീര്, ശകലം പാട്ട്, അല്ലെ? എല്ലാത്തിനും എന്തിനും നമ്മൾ തയ്യാറാ. ജീവിക്കാൻ വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാ, അല്ലെ? എന്ന് പറയുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാ. മനസ്സിലായോ? അപ്പൊ എന്തു ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളായി നമ്മൾ മാറാതെ കൃത്യമായി നമ്മളെ ദൗത്യം എന്താണ്, എന്തിനു വേണ്ടി അപ്പോയിന്റ് ചെയ്തത് എന്ന് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യും, അറിയണം. നമുക്കറിയാം, ഈ ഒരു ഡോക്ടറായി MBBS എടുത്ത ആള് അതിനുശേഷം ഒരു PG എന്ന് പറയുന്ന ഒരു പരിപാടി എടുക്കണം. അതാണ് ഡോക്ടേഴ്സിന്റെ. എടുക്കാത്തവരുകൊണ്ട് ഡോക്ടർമാർ പൊതുവിൽ എല്ലാ കാര്യവും ചെയ്യുന്ന ആദ്യം. പക്ഷേ ചില പ്രത്യേക കാര്യത്തിന് വേണ്ടി അത് മാത്രം പഠിച്ച് അത് സ്പെഷ്യലൈസ് ചെയ്ത് അതായിരിക്കും തങ്ങളുടെ ഉത്തരവാദിത്വം. ഡോക്ടർ എന്ന് വെച്ചാൽ പൊതുവിൽ ഡോക്ടറാണ്. പക്ഷേ താൻ എന്തിനാണ് PG? പൾമനോളജിസ്റ്റ് ആണോ, ശ്വാസകോശ സംബന്ധമായിട്ടാണോ, ഹാർട്ട് സംബന്ധിച്ചാണോ, അല്ലെങ്കിൽ താൻ ഓപ്പറേഷൻ ചെയ്യുന്ന ആളാണോ, അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം ഐച്ഛികമായി എടുത്ത് പഠിച്ച് പാസ്സായി അത് മാത്രം അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ. പൊതുവിൽ തങ്ങൾ അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും താൻ ഒരു പൾമനോളജിസ്റ്റ് ആണോ, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആണോ എന്നൊക്കെ അതിനുവേണ്ടി മാത്രം ചികിത്സിക്കുന്ന ആളായി മാറും. ഞാൻ പറഞ്ഞു ഇത്രയും ഉള്ളൂ. ഒരു പ്രഭാഷകൻ തൻ്റെ വിളിയെക്കുറിച്ചും തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും തനിക്ക് കൃത്യമായിട്ട് അറിവുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു നിയോഗം എൻ്റെ മേലുണ്ട്, ഞാൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സുവിശേഷം പറയാൻ, ഞാൻ പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ പ്രഭാഷകനായി ഞാൻ നിയുക്തനായ വ്യക്തിയാണെന്ന് കൃത്യമായി നമ്മൾ അറിയണം. ഇനി നിയുക്തനായ ഒരു വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു പ്രഭാഷകൻ ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണം ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത എങ്ങനെയാണ്? എനിക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ, എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് ഒരിക്കൽ പോലും കഴിയുകയില്ല. ജീവന്റെ നിലനിൽപ്പ് ഓക്സിജൻ ആണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അത് നിങ്ങൾക്കും അറിയാം. കാരണം നിങ്ങളും ശ്വസിക്കുന്നു, ഞാനും ശ്വസിക്കുന്നു. ഇതൊരു പൊതുകാരനെ, അത് ഒരു പൊതുകാര്യമാണ്. പക്ഷേ നിങ്ങൾക്കറിവില്ലാത്ത അല്പം കൂടി വിശദമാക്കി, ഓക്സിജൻ എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടാകുക, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ രാസനാമം എന്താണ്,
ഇവിടെ എന്താണ് സംഭവിക്കുക, ഈ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് എന്ത് സംഭവിക്കുന്നു, നമ്മൾ സ്വീകരിക്കുന്ന ഈ ഓക്സിജൻ എങ്ങനെ ഉണ്ടാകുന്നു, ഇങ്ങനെ വിശാലമായി നമ്മൾ എന്ത് ചെയ്യുക, അറിയാനുള്ള ശ്രമം നടത്തുക. ഞാൻ പറഞ്ഞ അല്പം ഇത്രയും ഉള്ളൂ. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് കൃത്യമായി പറയുന്നതാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. ഊഹാപോഹങ്ങളുടെയോ കെട്ടുകഥകളുടെയോ അജ്ഞതയിൽ നിന്നും ലഭിക്കുന്ന ഒരു ചെറിയൊരു പ്രകാശം, അത് ജ്ഞാനമായി നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ വിളമ്പേണ്ടതല്ല പ്രഭാഷണം എന്ന് പറയുന്നത്. സുവിശേഷമാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ. അപ്പം ഒന്നാമതായി നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ ഉറപ്പുള്ള കാര്യങ്ങൾ. നോ ടിയേഴ്സ് ഇൻ ദ റൈറ്റർ, നോ ടിയർ ഇൻ ദ റീഡർ. എഴുത്തുകാരൻ തന്റെ എഴുത്തിൽ എഴുതുമ്പോൾ കണ്ണീര് പൊഴിയുന്ന, തന്റെ കണ്ണിൽ നിന്നും തന്റെ എഴുത്തിലൂടെ കണ്ണീര് പൊഴിക്കാൻ തനിക്കാവുന്നില്ല എങ്കിൽ വായനക്കാരൻ ഒരിക്കൽ പോലും തന്റെ കണ്ണിൽ നിന്നും ഒരിക്കൽ പോലും അശ്രുബിന്ദുക്കൾ താഴേക്ക് വീഴില്ല അവന്റെ കണ്ണിൽ നിന്നും. നമ്മൾ എഴുതുന്ന ആശയം നമുക്ക് തന്നെ കൃത്യമായി ഒരു ഫീൽ ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് ആർക്കൊക്കെയോ വായിക്കാൻ കൊടുക്കുകയും അവരൊക്കെ എന്തൊക്കെയോ വായിച്ചിട്ട് ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നതിനപ്പുറമായിട്ട് ഞാൻ എഴുതുമ്പോൾ തന്നെ അതെനിക്ക് വളരെ ഫീൽ ചെയ്ത് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നെങ്കിൽ മാത്രമേ വായിക്കുന്ന വായനക്കാരന്റെ കണ്ണിൽ നിന്നും ചുടുനീർ താഴേക്ക് വീഴുകയുള്ളൂ. അത് അവന്റെ അനുഭവമാണെന്ന് അറിയുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, നമ്മളൊരു വിഷയം എടുത്ത് പ്രസംഗിക്കാൻ 100% ആ വിഷയത്തോട് ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ വിഷയത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. എങ്ങനെ? ഈ വിഷയം ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുവാനുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ്, അതെല്ലാം കണ്ടുപിടിച്ച് കൃത്യമായി പറയാനുള്ള ആർജവം, ഉത്തരവാദിത്വം ആർക്കുണ്ട്? പ്രഭാഷകനുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ശ്രോതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത് അവർക്ക് വേദവാക്യമായി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരോടുള്ള 100% ആത്മാർത്ഥതയാണ് നമ്മുടെ പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വിഷയത്തോട് നീതി പുലർത്തുക, ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക, അത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് ജനത്തിന് സ്വീകാര്യമാകുന്ന നിലയിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രഭാഷണം തുടങ്ങി അവസാനം വരെയും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഉറപ്പ് കാണിച്ച്, ചില ആളുകളുണ്ട് നമ്മൾ ഈ ഒന്നും പ്രസംഗിക്കാൻ സ്വീകരിക്കുന്നതിന്റെ ഒരു 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 സ്വീകരണം, തനിക്ക് ലഭിക്കുന്ന സ്വീകരണത്തിന്റെ അപര്യാപ്തതയോ അല്ലെങ്കിൽ അതിന് ലഭിച്ചതായ ഒരു മാന്യതക്കുറവോ, അല്ലെങ്കിൽ തന്നെ ആനയിച്ചതിന്റെ മാന്യതക്കുറവോ, തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ തന്നെ പരിചയപ്പെടുത്തിയതിന്റെ മാന്യതക്കുറവോ, തനിക്ക് അല്ലെങ്കിൽ ഉച്ചഭാഷണയുടെ പോരായ്മകളോ, ഈ ജനത്തിന്റെ ബാഹുല്യക്കുറവോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രഭാഷകനെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇത് മതി അല്ലെ? ചിലവരുടെയൊക്കെ ധാരണ ഇവിടെ ഇത് മതി. ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ആൾ മാത്രമേ നമ്മളെ ശ്രദ്ധിക്കുന്നുള്ളെങ്കിലും ആ ആളിന്റെ മാനസാന്തരമോ നമ്മുടെ വാക്ക് കേൾക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ 100 വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം. എൻ്റെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഓരോ പ്രഭാഷണം നടത്തുമ്പോഴും എല്ലാ പ്രഭാഷകരും ചിന്തിക്കേണ്ടത് അവരുടെ അവസാനത്തെ പ്രഭാഷണമാണെന്നും, എല്ലാ പ്രഭാഷണത്തിലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ, കേൾക്കുന്ന ആളുടെ അവസാനത്തെ കേൾവിയാണെന്നും ധരിക്കണം, മനസ്സിലാക്കണം, വിശ്വസിച്ചു വേണം പ്രസംഗിക്കുവാൻ. ഒന്നുകൂടി ഞാൻ പറയുന്നു, അവിടെയാണ് ആത്മാർത്ഥതയുടെ 100% കൊടുക്കാൻ കഴിയുക. ഒന്നുകൂടി ഞാൻ പറയാം, എപ്പം പ്രസംഗിച്ചാലും എപ്പം പ്രഭാഷണം നടത്തിയാലും ഇതെന്റെ അവസാനത്തെ പ്രഭാഷണമാണ്, ഇനി എനിക്കൊരു അവസരമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വേണം പ്രസംഗിക്കാൻ. രണ്ടാമത്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് നാളെ എന്നെ തേടി വരികയില്ല, ഇത് ആ വ്യക്തിയുടെ അവസാനത്തെ കേൾവിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വിശ്വസിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ സ്വയം ആത്മാർത്ഥതയോടുകൂടി എന്തെല്ലാം കാര്യം 100% നമുക്ക് തെളിയിച്ച് പറയാൻ പറ്റുമോ, എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി പറയാൻ പറ്റുമോ അത് പറയാനും
കേൾവിക്കാരന്റെ മനസ്സിലേക്ക് എത്ര ലളിതമായിട്ട്, വളരെ വിശാലമായിട്ട് അവന്റെ വിഷയത്തോടും അവന്റെ ഹൃദയത്തോടും ഇറങ്ങിച്ചെന്ന് അവനായിട്ടും അവൻ നമ്മളായിട്ടും മാറുന്ന ഒരു രസതന്ത്രമായി നമ്മൾ നമ്മുടെ പ്രഭാഷണങ്ങളും വാക്കുകളും പറയാനുള്ള ആത്മാർത്ഥത നമുക്കുണ്ടാകും. അപ്പോൾ ഈ പ്രഭാഷണത്തിന്റെ വിജയം ഗുണം അല്ല, ഒരു പ്രഭാഷകൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഗുണം 100% ആത്മാർത്ഥതയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഉൾപ്രേരണയാണ്. ഉൾപ്രേരണ. ഒരു നല്ല പ്രഭാഷകനാകണമെന്ന് ശക്തവും സ്ഥിരവുമായ ആഗ്രഹമുള്ളവൻ നല്ല പ്രഭാഷകനാണ്. മനസ്സിലായോ? ഞാനിന്ന് നന്നായി പ്രസംഗിക്കും, ഞാൻ പ്രസംഗിച്ച് പഠിക്കും, ഞാൻ പ്രസംഗിക്കും, ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കും, എനിക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയും, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകനായി മാറും എന്ന് ശക്തവും സ്ഥിരവുമായ ആഗ്രഹമുള്ളവൻ എന്ത് ചെയ്യും? അതിനുവേണ്ടി യത്നിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച് 100% അങ്ങനെ തന്നെയായി അവനത് ചെയ്യും. ശ്രദ്ധിച്ചേ, വിജയത്തെക്കുറിച്ചും ഒരു പ്രഭാഷകന്റെ അടിസ്ഥാനപരമായ ഉൾപ്രേരണ എന്ന് പറയുന്നത് അവൻ വിജയത്തെ കാക്ഷിക്കുക എന്നുള്ളതാണ്. അവനെ ഒരു വലിയ എന്തായാലും പറയുക, ഒരു വലിയ തീഷ്ണമായ ആഗ്രഹം ഉണ്ടാകുക, ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ള ആരോ നമ്മൾ പ്രേരിപ്പിക്കുന്ന പോലെ നമ്മുടെ ഒരു തീവ്രമായ അഭിലാഷമായി മാറുക. അവിടെയാണ് പ്രഭാഷകൻ വിജയിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഉൾപ്രേരണ ഉണ്ടാകുന്നെങ്കിൽ പ്രഭാഷകനായി അവന്റെ ഈ ഒരു പ്രഭാഷകനാകുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ അവനുണ്ടാകുന്നത് ഒന്ന്, നല്ല ആശയവിനിമയത്തിന് വേണ്ടി അവൻ ആശയവിനിമയം നടത്താനുള്ള ഒരു ശ്രമം നടത്തും. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായി ആശയങ്ങൾ അവതരിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം അവനുണ്ടാകും. രണ്ടാമത്, ഒരു അംഗീകാരം അവന് തന്നെ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഒരു നല്ല പ്രഭാഷകനായി മാറണം, ഞാനൊരു പരാജയമല്ല, ഒരു നല്ല പ്രഭാഷകനാണ്. എൻ്റെ വാക്കുകളും എൻ്റെ ചിന്തകളും എൻ്റെ ആശയങ്ങളും ഞാൻ പങ്കുവെക്കുമ്പോൾ അതിലൂടെ ആയിരങ്ങൾക്ക് അല്ല, ഇനി 10 പേരും ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു ശ്രോതാവിന്റെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങാനുള്ള ആർജവം ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് അറിയാൻ അവന് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റൊരു കാര്യം, ഒരു പ്രഭാഷകൻ എപ്പോഴും അവൻ വേദിയിൽ നിൽക്കുമ്പോൾ അവനാണ് നേതാവ്, അവനാണ് നേതൃത്വത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായി നിൽക്കുന്ന വ്യക്തി. നമ്മളുടെ പ്രസംഗിക്കാൻ ക്ഷണിച്ച ഒരു സഭയുടെയോ പ്രസ്ഥാനത്തിന്റെയോ നേതൃത്വ നിലയിൽ നിൽക്കുന്നതിന്റെ ഓവർസിയറോ പ്രസിഡന്റോ ഒക്കെയോ ഇരിക്കുകയാണെങ്കിൽ പോലും അവർ നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചു, പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളാണ് പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ നേതാവ് നമ്മൾ തന്നെ ആയിരിക്കും. ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗിക്കാൻ കഴിയുള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാധാരണ ലോക്കൽ സഭയിലെ പാസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടിടിച്ചിട്ട് നമ്മൾ പറയും, എന്നെക്കാട്ടും കഴിവും പ്രാപ്തിയുള്ള ഞങ്ങളുടെ പാസ്റ്റർ ഇരിപ്പുണ്ട്, അദ്ദേഹമാണെങ്കിൽ 3 PhD ആണ്. വല്ല കാര്യമുണ്ട്? ഒരു കാര്യവും ഇല്ലാത്ത. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലളിതമായ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ചുരുക്കം പറഞ്ഞാൽ, നമുക്ക് നമ്മോട് തന്നെ ഒരു ആത്മാർത്ഥതയില്ലാതെ എങ്ങനെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നമ്മൾ തീർക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചേ, അപ്പം നമ്മളാണ് കൃത്യമായി ആ സമൂഹത്തെ നയിക്കാൻ യോഗ്യനായ വ്യക്തി. എൻ്റെ വാക്കാണ് നാളെ ഈ സമൂഹം അവരുടെ ജീവിതത്തിന്റെ ആപ്തവാക്യമായി ഉയർത്തിപ്പാടേണ്ടത്. ഞാൻ പറയുന്ന ആശയങ്ങളാണ് ഈ കേൾക്കുന്ന ശ്രോതാവിന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ചിട്ട് നാളെ ആ ആശയത്തിന്റെ പ്രാണേതാക്കളായി, അല്ലെങ്കിൽ അതിനെ ചുമക്കുന്ന വ്യക്തിയായി, അതിനെ ഉച്ചൈശ്വരം വിളിച്ചു പറയുന്ന വ്യക്തികളായി മാറേണ്ടത്. അതുകൊണ്ട് ഞാനാണ് അതിന് നേതാവ്. മറ്റൊരു കാര്യം, വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ, ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു ഉത്ബോധം, അല്ലെങ്കിൽ നമ്മോട് തന്നെ ഒരു മതിപ്പൊക്കെ ഉണ്ടാകുന്ന ആണ് വാസ്തവത്തിൽ ഒരു പ്രസംഗകനായി ഞാൻ മാറുന്നു എന്നതിന്റെ വെളിച്ചം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നല്ല വാക്ചാതുര്യമുണ്ടെന്ന് ഒരു നല്ല പ്രഭാഷകന് എപ്പോഴും പൊതുജന സമ്മതി ഉള്ള വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രസംഗവേദി എന്ന് പറയുന്നത് ഇത്തരം ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ആളുകൾ എപ്പോഴും കാതുകൾ കൂർപ്പിക്കും. അപ്പം നമ്മൾക്ക് ഒരു ഉൾപ്രേരണ ഉണ്ടാവണം. എനിക്ക് പ്രസംഗിക്കണം, എനിക്ക് നന്നായി പ്രസംഗിക്കണം, ഒരു വിഷയം നന്നായി അവതരിപ്പിക്കണം, അതിനെന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. ഇനി അടുത്തത്, ഒരു പ്രഭാഷകന്റെ അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത്
മുഖ്യമായിട്ടുള്ളത് തന്റെ ഇടമാണ് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. ശ്രദ്ധിച്ചേ, നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് 4 ചുവരിനകത്ത്, സഭയ്ക്കുള്ളിലാകാം, ഓഡിറ്റോറിയങ്ങളിലാകാം, പബ്ലിക്കിലാകാം, എവിടെയായിക്കൊള്ളട്ടെ, നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് പൊതുസമൂഹത്തെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കുറപ്പുള്ള കാര്യങ്ങളുള്ള വിശദീകരണങ്ങളാണ് പ്രഭാഷണങ്ങളായി നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, നമുക്കുറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിച്ച് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു വിഷയം നമ്മൾ പറഞ്ഞ് തെളിയിച്ച് അത് സത്യമാണെന്ന് സ്ഥാപിച്ച് അതിന്റെ പിന്നാലെ 1000 ആളുകളെ എഴുന്നേൽപ്പിച്ച് സഞ്ചരിക്കാനുള്ള ഉൾപ്രേരണ കൊടുത്ത് അതിന്റെ അനുയായികളായി തീർക്കുന്ന ഒരു വലിയ ഭഗീരഥ പ്രയത്നമാണ് വാസ്തവത്തിൽ പ്രഭാഷണത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് വേണ്ടത്, ഒരു പ്രഭാഷകൻ ഏറ്റവും അത്യാവശ്യം വേണ്ട തന്റെ ഇടമാണ്. ആരോഗ്യം അല്ല അതിനാവശ്യം. എന്ന് പറഞ്ഞാൽ ആശയത്തിന്റെ ഗാംഭീര്യം കൊണ്ടോ നമ്മൾ നേടിയ ഡിഗ്രി കൊണ്ടോ ഒന്നുമല്ല, കാര്യങ്ങൾ നന്നായി പറയാനുള്ള ആർജവം, തന്റെ ഇടം, ധൈര്യം, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, ഒരു പ്രഭാഷണം, ഒരു വിഷയം നമ്മൾ നന്നായി അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നന്നായി ഹൃദയസ്ഥമാക്കുക എന്നുള്ളതാണ്, നന്നായി പഠിക്കുക എന്നുള്ളതാണ്, നന്നായി തെളിയിക്കുക എന്നുള്ളതാണ്, നന്നായി നമുക്ക് തന്നെ തെളിഞ്ഞു കിട്ടുക എന്നുള്ളതാണ്. കീടം മാറ്റി ഒരു മാണിക്യം അല്ലെങ്കിൽ ഒരു സ്വർണം നമ്മൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് അത് വെന്ത് കഴിഞ്ഞ് നല്ല തട്ടിപ്പില്ലാതെ തട്ടാൻ അതിനെ മനോഹരമായി ആഭരണമായി പുറത്തെടുക്കുന്ന പോലെ ഒരു തീക്കകത്ത് വലിച്ച സ്വയം ശോധന നടത്തി പല പ്രാവശ്യം നമ്മുടെ മനോബലങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീര അവയവങ്ങളിലൂടെ, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആംഗ്യങ്ങളിലൂടെ, നമ്മുടെ അംഗപ്രത്യംഗ ചലനങ്ങളിലൂടെയൊക്കെ ആ ആശയം മറ്റുള്ളവർക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുമ്പോൾ അതിന് ഏറ്റവും ആവശ്യം നമുക്ക് തന്നെ അതിനൊരു ഉറപ്പുണ്ടാകുക എന്നുള്ളതാണ്. അപ്പം നമുക്കുറപ്പുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊണ്ടുവരാനുള്ള കഴിയണമെങ്കിൽ നന്നായി ആ വിഷയം പഠിക്കുക എന്നുള്ളതാണ്. പല പ്രഭാഷകരും നമുക്കറിയാം കണ്ണു അടച്ചു നിന്ന് പ്രസംഗിക്കുക, ആകാശത്ത് നോക്കി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഈ ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബഹളമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടി ഞാൻ പറയാം, ആശയ വിവരണം, ആശയം പങ്കുവെക്കുക, പരാവർത്തനം ചെയ്യുക, ആശയങ്ങൾ പറയുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര ബഹളം ഉണ്ടാക്കുക, ശബ്ദം ഇടറുക, മാറുക, അതൊന്നുമല്ല. വാസ്തവത്തിൽ നമ്മൾ ഹൃദയത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തോട് കൈമാറ്റം ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ സദസ്സിനെ നന്നായി അഭിമുഖീകരിച്ച് നന്നായി എല്ലാവരും കാണത്തക്ക നിലയിൽ നട്ടല് നല്ല വളയാതെ നിന്ന് ശിരസുയർത്തി ധീരമായി നല്ല ശബ്ദത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ആർജവം ഉണ്ടാകും. മനസ്സിലായോ? അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, അത് നമ്മൾ പുറകെ നമ്മൾ പഠിച്ചു വരാം. എങ്കിലും ഞാനിത് പറഞ്ഞു വരാം, ശ്രദ്ധിച്ച് ഇതിനോട് ആരോട് പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. നമ്മൾ വായിക്കുന്ന ഒരു വിഷയം നമ്മൾ ഏറ്റവും നന്നായി ധൈര്യത്തോടു കൂടി അവതരിപ്പിക്കണമെങ്കിൽ ആ വിഷയം ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ മുഴുവൻ നമുക്കുണ്ടാവും. എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ, പിന്നെ അതിൻ്റെ സംസ്കാരപരമായ, മതപരമായ, ഭരണപരമായ, ഭാഷാപരമായ ആ വിഷയം അവതരിപ്പിക്കുവാൻ, തെളിയിക്കുവാനുള്ള എല്ലാ തെളിവുകളും, ഒപ്പം തന്നെ നമുക്ക് ആ വിഷയം നമ്മുടെ സാധാരണ ജീവിതമായി കൂട്ടിക്കെട്ടാൻ, ചേർത്ത് വെക്കാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ എല്ലാ എലമെന്റ്സ് കൃത്യമായി നമുക്കുണ്ടാവണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിൽ ഇത് പറയുന്നു, ഈ ചിന്തകൻ ഇത് പറയുന്നു, ഇന്ന പുസ്തകം ഇത്രാമത്തെ പേജ്, ഇന്നാമത്തെ ഖണ്ഡികയിൽ ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്ന വിശദീകരണങ്ങൾ എന്നൊക്കെ നമ്മൾ കൃത്യമായി പറയാനുള്ള പഠനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ വളരെ ധൈര്യത്തോടു കൂടി നമുക്കിത് പറയാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? അപ്പം ധീരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ധീരത എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം എന്ന് മാത്രം
നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ധീരത എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയല്ല, എല്ലാവരുടെ മുമ്പിൽ പോയി നിന്ന് തന്റെ ഇടത്തോടു കൂടി പറയും എന്നുള്ളതല്ല. പറയാൻ ഒരു വിഷയം ഏറ്റവും അധികം ആര് ചോദിച്ചാലും ആര് സംശയം ഉന്നയിച്ചാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതാണ് അതിന്റെ ശരി, ഇതാണ് അതിന്റെ ശരി, ഇതാണ് അതിന്റെ തെളിവ്, ഇന്ന പുസ്തകം, ഇന്ന അധ്യായം, ഇത്രാം അധ്യായത്തിന്റെ ഇന്ന പുസ്തകത്തിന്റെ ഇത്രാമത്തെ ചാപ്റ്ററും അതിന്റെ 2ാമത്തെ ഖണ്ഡികയിൽ ഇതാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞ് അവരെ ഖണ്ഡിക്കുവാനും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കുവാനും കഴിയണമെങ്കിൽ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ധീരത എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കുക എന്നുള്ളത്. അടുത്തത് 5ാമത്തെ കാര്യം പാണ്ഡിത്യം, അറിവ്. ആശയദാരിദ്ര്യമാണ് ഇന്നത്തെ പല പ്രസംഗകരുടെയും ഒരു വൈകല്യം എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രവിധാനത്തെയും അവരുടെ ശാരീരിക മാനസിക നിലവാരത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ച് അതിനൊരു ബോധവൽക്കരണം നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇന്നത്തെ പിന്നെ സത്യം പറഞ്ഞാൽ മഹായോഗവും മിമിക്രിയും എന്ന് വേണം വെക്കാൻ. നോട്ടീസ് അടിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, പെരുന്നാള് പണ്ടൊക്കെ സഭയായിരിക്കുമ്പം പെരുന്നാളും വെടിക്കെട്ടും അല്ലെങ്കിൽ ഗാനമേളയും വെടിക്കെട്ടും പെരുന്നാളിന്റെ കൂടെ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ സകല സുവിശേഷ പ്രസംഗ നോട്ടീസിനകത്തും നമ്മൾ വെക്കണം സംഗീത സായാഹ്നവും മിമിക്രിയും സുവിശേഷ പ്രസംഗവും, അല്ലേ? നമ്മൾ അത് കേൾക്കാൻ വേണ്ടിയാണല്ലോ പോകുന്നത്, അല്ലേ? ഇന്നാരുടെ പ്രസംഗം കൊണ്ട് പോയേക്കാം. നമുക്കൊരു വൈകാരികമായ ഒരു സംതൃപ്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നേരം പോക്ക്. ഇപ്പൊ നമുക്കൊരു ഏരിയ എന്ത് ഒരു ഉൾപ്പുളകം, ഒരു ചെറിയൊരു സന്തോഷം, അല്ലേ? ശ്രദ്ധിച്ച പ്രിയമുള്ളവര്, ആശയദാരിദ്ര്യമാണ് വാസ്തവത്തിൽ ഇന്ന് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, നമ്മൾ തന്നെ സ്വയം അങ്ങ് സമ്മതിക്കുകയും മനസ്സിനെ സമ്മതിപ്പിക്കുന്ന, മനസ്സ് പറയുക അതല്ല ശരി എന്ന് പറഞ്ഞാലും നമ്മൾ സ്വയം മനസ്സിനെ സമ്മതിപ്പിക്കുവാൻ നമുക്കൊരു തൃപ്തി നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇന്നത്തെ ശുശ്രൂഷ കേട്ടോ ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്താ ശുശ്രൂഷയായിരുന്നു. ചിലർക്ക് ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ശുശ്രൂഷനെ പറയത്തു. ഇന്നത്തെ ശുശ്രൂഷ എന്നാ ശുശ്രൂഷയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ നടുവേദന ഇല്ലാത്ത എത്ര പേരുണ്ട്? ശാരീരികമായ അസ്വസ്ഥത ഇല്ലാത്ത എത്ര പേരുണ്ട്? ഈ കോവിഡ് വന്ന പിന്നെ ആർക്കാ സുഖമുള്ളത്? എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ. ദൈവം നിന്റെ ശരീരത്തിന് ശുദ്ധിക്ക് ഭേദം വരുത്തും, നല്ല കാര്യം, അത് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ ദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാനീ പറഞ്ഞത് ഒരു വിഷയം എടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരു മാനസിക ശാരീരിക വൈകാരിക സംതൃപ്തി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന എത്രയോ ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ അവരെയൊക്കെ അങ്ങ് സ്വീകരിച്ചിട്ട് നമ്മൾ അവർക്ക് നൽകുന്നൊരു പേരുണ്ട്, ഉഗ്ര ശുശ്രൂഷ. എന്നാ ശുശ്രൂഷയായിരുന്നു, അല്ലേ? എന്നാ ശുശ്രൂഷയാന്ന് ചോദിച്ചാൽ എടുത്ത വിഷയം എന്താണ്? സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞോ? ഇല്ല. എടുത്ത വിഷയത്തോട് നീതി പുലർത്തിയോ? ഇല്ല. അവസാനം എല്ലാവരും മുമ്പോട്ട് കൊണ്ടുവന്ന് കയൊക്കെ ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് നാളെ നിങ്ങളൊക്കെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരായി നാളെ വേദികളിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം നമ്മുടെ ശുശ്രൂഷയിൽ നടക്കേണ്ട കാര്യമാണ്. ഭൂതങ്ങൾ ഇളകട്ടെ, പിന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, ഇതെല്ലാം സംഭവിച്ചു കൊള്ളട്ടെ. പക്ഷെ നമ്മുടെ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം ഒരു നല്ല പ്രഭാഷണം നടത്തുക എന്നുള്ളതാണ്. എന്താ? ക്രൂശിന്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ഉയർത്തുക. ക്രിസ്തു ആരാണ്? പാപബന്ധാണെന്ന് പറയുക. ക്രിസ്തു ആണെന്ന് പറയുക. അപ്പം അനന്തരമായി നമുക്ക് ലഭിക്കുന്ന ഏത് വിഷയം എടുത്താലും ആ വിഷയം നന്നായി അവസാനിപ്പിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി ശ്രദ്ധിക്കുക, പാണ്ഡിത്യം. എന്താ പാണ്ഡിത്യം? ഇത് നമ്മൾ എടുക്കുന്ന വിഷയങ്ങളിൽ അവഗാഹം നേടിയിരിക്കണം.
ഈ ശ്രദ്ധിച്ചേ, ഒരു പ്രഭാഷകൻ അത്യാവശ്യം ബൈബിളും മാത്രം അറിഞ്ഞാൽ പോരാ. ഒരു പ്രഭാഷകൻ കൃത്യമായി ഒരു പബ്ലിക് മെസ്സേജ് പറയുക, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും മറ്റ് ഇതര വിഷയത്തെക്കുറിച്ചെങ്കിലും ഒരു ചെറിയ ഒരു പരിജ്ഞാനം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സന്ധിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലം, ആ കാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്താണെന്ന് അറിയണം. ഇവിടുത്തെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സംഭവങ്ങളെ, ലോകത്തിന്റെ ഗതിയെ സംബന്ധിച്ചുള്ള അറിവ് നമുക്കുണ്ടാവണം. പിന്നെ ചുരുക്കം പറഞ്ഞാൽ എന്തിന് മറ്റു മതങ്ങളെ കുറിച്ച് അറിയണം, മറ്റു മത ചിന്തകളെ കുറിച്ച് അറിയണം. ചുരുക്കത്തിൽ ഒരു ലളിതമായിട്ട് ഞാൻ പറയും. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു പരസ്യത്തിന് പ്രസംഗിക്കാൻ പോകുന്നിരിക്കുക. പരസ്യത്തിന് ഒറ്റ പ്രസംഗമുള്ളൂ: മനുഷ്യന്റെ പാപത്തിനുള്ള മോചനം. ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായി പറയേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാപ്പെട്ട ഒരു പ്രത്യേക ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു കർമ്മ പദ്ധതിയാണല്ലോ നമ്മുടെ എല്ലാം പരസ്യത്തിന് ടൈറ്റിൽ. ഓക്കെ, ഇന്നത്തെ ഈ വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും മറ്റ് മാരകമായ ആ സാമൂഹ്യ വിപത്തിനെതിരെയുള്ള ശക്തമായ പ്രഭാഷണമാണെങ്കിൽ എന്താണ് ഇന്ന് വർത്തമാന കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യുവജനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മറ്റു സാമൂഹ്യ തിന്മകൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇപ്പൊ നമുക്കിവിടെ പറയേണ്ടത് പത്രവാർത്തകൾ കൃത്യമായിട്ട് പറയണം. ഇവിടുത്തെ ഡാറ്റ പറയണം. ഇവിടുത്തെ അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, NRCB, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കണക്ക് കിട്ടും. കേരളത്തിൽ മദ്യം കൊണ്ട് എത്ര കോടി രൂപ കഴിഞ്ഞ ഓണത്തിന് ഇലവാക്കി, അല്ലെങ്കിൽ ക്രിസ്മസിന് ഇലവായി, അല്ലെങ്കിൽ ഈ മദ്യപാനം കൊണ്ട് ഇവിടെ ഉണ്ടായ കൊലപാതകങ്ങൾ എത്രയാണ്, ബലാത്സംഗങ്ങൾ എത്രയാണ്, അടിപിടി കേസുകൾ എത്രയാണ്, ഇവിടെ അപകടങ്ങൾ എത്രയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ MDMA കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്, എത്ര പേര് പിടിച്ചു, എത്ര പേര്. ചുരുക്കം പറഞ്ഞാൽ ഇന്നിവിടെ ഉണ്ടായ എല്ലാ ക്രൈമിനെ സംബന്ധിച്ചുള്ള ഒരു ആധികാരികമായ രേഖയായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഗൂഗിൾ ലഭ്യമാണ്. അത് നമ്മൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതിയെടുത്തിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടോ നമുക്ക് അത് വെച്ചുകൊണ്ട് പറയാം ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാക്ഷര കേരളം, സുന്ദര കേരളം, അക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ചിന്താപരമായി, സാംസ്കാരികപരമായി, ആത്മീയപരമായി, ആധ്യാത്മികപരമായി ഔന്നിത്യമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാപത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്, അതിന്റെ ഇപ്പോഴത്തെ ക്രൈം എന്താണെന്ന് പറയുക, ആത്മഹത്യയിൽ എത്ര സ്ഥാനമാണ് കേരളത്തിലുള്ളത്, എന്തുകൊണ്ട് ആത്മഹത്യ നടക്കുന്നു, ഇങ്ങനത്തെ ഈ വർത്തമാന കാലത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് പറഞ്ഞ ശേഷം ഇതിന് കാരണം എന്താണ്? ഇതിന്റെ കാരണം ഒന്നേയുള്ളൂ. അടിസ്ഥാനപരമായി മദ്യപാനമാണ്, MDMA ആണ്, കഞ്ചാവാണ്, മറ്റു രാസലഹരിയാണ്. ഇതൊക്കെ പറയാമെങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന പാപമാണ് ഇതിന് കാരണം. ഇനി ശ്രദ്ധിച്ചേ, പാപം കേവലം ബൈബിൾ മാത്രം പറയുന്ന വാക്കാണോ? അല്ല. പാപത്തെക്കുറിച്ച് മതങ്ങൾ എന്ത് പറയുന്നു? പാപത്തെക്കുറിച്ച് ഹിന്ദുമതം എന്ത് പറയുന്നു? ക്രിസ്തുമതം എന്ത് പറയുന്നു? പാപത്തെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു? ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 2-3 മതങ്ങളെങ്കിലും പാപത്തെക്കുറിച്ച് പറയുന്ന ഈ അറിവുകൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പറയുക. അതിനുശേഷം ആർക്കാണ് ഈ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ അഭയം പ്രാപിക്കുന്ന ആരെയാണ്? ഉടൻ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മതങ്ങളെ അവൻ കൂട്ടുപിടിക്കുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാറൽ മാർക്സും എംഗൽസും കൂടി പറഞ്ഞതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ വിശദീകരിച്ച് പോകുമ്പോഴാണ് നമുക്കിതിന് ഒരു കൃത്യമായിട്ട് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക, അടുക്കടുക്കായിട്ട്. അപ്പോൾ മതങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമോ? മതമെന്ന് പറഞ്ഞാൽ എന്താണ്? മതമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയത്തിന്റെ ആവിർഭാവമാണ് മതം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാകാത്തതും ഇനി ഉണ്ടാകാൻ സാധ്യതയുമില്ലാത്തതുമായ മനുഷ്യന്റെ സ്വയം ബോധവും അഭിമാനവുമാണ് മതം. ചിന്താ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ യുക്തിവാദവും കമ്മ്യൂണിസ്റ്റുകാരും എന്ന പുസ്തകത്തിന്റെ 11ാമത്തെ പേജിനകത്ത് 2ാമത്തെ ഖണ്ഡികയിൽ EMS നമ്പൂതിരിപ്പാട് എഴുതി വെച്ച മതത്തിന്റെ വ്യാഖ്യാനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയത്തിന്റെ ആവിർഭാവമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജൈവ, അവന്റെ ആത്മീയ, അവന്റെ ശാരീരിക, അവന്റെ മാനസിക വിഷയത്തിന് പരിഹാരം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്ന അഭിപ്രായത്തിന് കൊടുക്കാൻ കഴിയുമോ?
പരിഹാരം നൽകാൻ നിർദ്ദേശിക്കാൻ കഴിയുമോ? ഇല്ല. അവിടെയാണ് മതങ്ങൾ പരാജയപ്പെടുന്നത്, കർമ്മങ്ങൾ പരാജയപ്പെടുന്നത്, മതത്തിന്റെ കർമ്മകാണ്ഡങ്ങൾ പരാജയപ്പെടുന്നത്. മതം പറയുന്നതെല്ലാം ഡു സംതിങ് ഗെറ്റ് മോക്ഷ, ഡു സംതിങ് ഗെറ്റ് മോക്ഷ. നിങ്ങൾ കർമ്മം ചെയ്യൂ, മുക്തി നേടൂ. അവിടെ കർമ്മങ്ങളും മുക്തി ഒക്കെ ചെയ്തിട്ട് മനുഷ്യന് മുക്തി നേടാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെയാണ് മതം പരാജയപ്പെട്ടോടത്താണ് സാക്ഷാൽ മാർഗത്തിന്റെ അവതാരകനായ ശ്രീ യേശു ക്രിസ്തുവിന്റെ രംഗപ്രവേശനം. ഇവിടെയാണ് സുവിശേഷം പറയാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ അടുക്കടുക്കായി ഒരു വിഷയത്തെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആണ് ഈ പരസ്യത്തിനൊക്കെ അല്ലെങ്കിൽ പബ്ലിക് മീറ്റിംഗ് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞത്. ഇതൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അല്പമെങ്കിലും നമുക്ക് നന്നായി അറിവുണ്ടാവണം, അറിയണം, അതിനെ പഠിക്കണം, അതിനെ വിശദീകരിക്കാനുള്ള ത്രാണി നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മൾ വിജയിച്ചത്. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ ആശയം? മനസ്സിലായിരുന്നു പറഞ്ഞ എല്ലാവരും ഒന്ന് ഞാൻ ഈ പ്രസംഗിച്ചതല്ല, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അടുക്കടുക്കായെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഒരു ചെറിയ ഒരു വിഷയം എടുത്താൽ ആ വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയം എവിടെയൊക്കെ പരാമർശിക്കുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പരാമർശിക്കുന്നു, അതിനെ സംബന്ധിച്ച് ഒരല്പമെങ്കിലും പാണ്ഡിത്യം, നമുക്ക് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, അറിവ് നമുക്കുണ്ടാവണം. നമ്മൾ നന്നായി വായിക്കണം, നന്നായി അറിയാവുന്നവരുടെ അടുത്ത് പോയിരുന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ച് വിശദീകരണം കിട്ടാൻ ഒരു 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 എന്തായാലും പറയും ഒരു സാധ്യത കുറവുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയും നമുക്ക് കിട്ടും. അത്രയും ലോകം വികസിച്ചു പോയി. നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചോ കേട്ടോ. അപ്പൊ നമുക്കൊരു നല്ല മെസ്സേജ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ കൈത്തുമ്പിൽ നമുക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറന്നു പോകരുത്. ഞാൻ പറഞ്ഞത് ഇത് മാത്രം കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് പ്രസംഗിക്കാൻ പോരാ, ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അതിന്മേൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് വേണം നമ്മൾ ഒരുങ്ങാൻ വേണ്ടി. അപ്പോൾ നല്ല പാണ്ഡിത്യം ഉണ്ടാകുക. അടുത്തത് അധ്വാനശീലമാണ്. അധ്വാനശീലം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ നമ്മളെ ഉത്തരവാദിത്വ ബോധം, പിന്നെ ക്ഷമയോടുകൂടി നമ്മൾ പഠിക്കാനുള്ള ഒരു മനസ്സ്, സഹനശക്തി, ഇത് മൂന്നുമാണ് വാസ്തവത്തിൽ ഒരു പ്രഭാഷകന്റെ സവിശേഷതയായി, വ്യക്തിത്വ സവിശേഷതകളായി കാണേണ്ടത്. ഒന്ന് ക്ഷമാശീലം, ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തില്ല എങ്കിൽ എൻ്റെ വീട് പട്ടിണിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ, ഞാൻ ആഹാരം നന്നായി നോക്കിയില്ല എങ്കിൽ എൻ്റെ ശരീരം ക്ഷീണിക്കും അല്ലെങ്കിൽ ശരീരം നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്ന പോലെ, രോഗം എന്നെ പിടിക്കും എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ആഹാരം കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും നിയന്ത്രിക്കുന്നത് പോലെ, അപ്പൊ ഞാൻ ശ്വസിച്ചില്ല എങ്കിൽ എൻ്റെ മൂക്കും വായും അടച്ച് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് കൃത്യമായി ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ അത് മാറി ഏറ്റവും ഭംഗിയായി ഞാൻ ശ്വസിക്കാനുള്ള ക്രമീകരണം ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാനൊരു പ്രസംഗകനായി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം, ഉത്തരവാദിത്വ ബോധം വളരെ കൃത്യമായി നമുക്കുണ്ടാവണം. രണ്ടാമത് ക്ഷമാശീലം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നമ്മൾ നിന്നെയും കൊല്ലും ഞാനും ചാകും, ഒരു വിഷയം എടുക്കുക അന്നേരം പ്രസംഗിക്കുക എന്നുള്ളതല്ല. വിഷയം ക്ഷമയോടുകൂടി അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ ശേഖരിച്ച് വെച്ച് ഏറ്റവും നന്നായി വീണ്ടും അരിച്ചരിച്ച് ഏറ്റവും നല്ലത് മാത്രം കൊണ്ട് നല്ല മനോഹരമായിരിക്കുന്ന ഒരു പ്രഭാഷണം നടത്താൻ നമുക്ക് കഴിയണം. മറ്റൊരു കാര്യം സഹനശക്തിയാണ്. വളരെ സഹിഷ്ണുഭാവത്തോടു കൂടി പ്രഭാഷകൻ താൻ തന്നെ എന്ത് ചെയ്യണം? ഒരുക്കണം. നിരന്തരമായ അധ്വാനം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കൃത്യമായിട്ട് ഒരു നല്ല പ്രഭാഷകനായി മാറാൻ കഴിയുള്ളൂ. ശ്രദ്ധിച്ചേ, നമ്മൾ ആളുകളെ പ്രചോദിപ്പിക്കുകയാണ്, നമ്മൾ ആളുകളെ ഉദ്ദീപിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ജനങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുകയും ഉണർത്തപ്പെടുകയും നമ്മൾ വളരെ ഒന്നെങ്കിൽ തച്ചുടയ്ക്കാനോ അല്ലെങ്കിൽ പണിയാനോ ഉള്ള ആഹ്വാനമാണ് വാസ്തവത്തിൽ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ നൽകുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ പ്രഭാഷണം, നമ്മുടെ വാക്കുകൊണ്ട് കേൾവിക്കാരൻ ഒന്നെങ്കിൽ സ്വയം ഉടച്ചു കളയണം അവനെ, അല്ലെങ്കിൽ സ്വയം പണിതെടുക്കണം. ഈ രണ്ട് കാര്യമാണ്.
നിഷ്കരണം, നിഷ്ഠൂരം, അവനെ തന്നെ ഉടച്ചു കളയത്തക്ക നിലയിൽ നമ്മുടെ വാക്കുകൾ ചാട്ടുളി പോലെ അവന്റെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ ഉണ്ടാകും. അതുപോലെ നന്നായി അധ്വാനിച്ചെങ്കിലേ ഒരു നല്ല പ്രഭാഷകനായി മാറുകയുള്ളൂ. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏഴാമത്തെ ചിന്ത. ചിന്ത ഈ എന്താ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ ചിന്ത? ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ചിന്തിച്ചതേ ഉള്ളൂ, അത് ഓർമ്മയാണ് കേട്ടോ, ഞാൻ അമ്മാമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞത് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ, അല്ലേ, ഞാനിപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ, അത് ഓർമ്മയാണ്. അതല്ല ചിന്ത, അത് ഓർമ്മയാണ്. ഞാനിപ്പൊ ചിന്തിച്ചതോളെന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്. അതല്ല വാസ്തവത്തിൽ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ച കാര്യങ്ങൾ തിരികെ കൊണ്ടുവന്ന് ഒന്നെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിനോ പ്രവൃത്തിക്കോ അല്ലെങ്കിൽ മറ്റു ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മനസ്സിന്റെ നിഗമനങ്ങളോ തീരുമാനങ്ങളോ ആണ് ചിന്ത എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി ഞാൻ പറയാം, ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരികെ കൊണ്ടുവന്ന് പ്രശ്ന പരിഹാരത്തിനോ പുതിയ പ്രവൃത്തിക്കോ അല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനോ വേണ്ടി ഉപയോഗിക്കുന്ന മനസ്സിന്റെ ചില നിഗമനങ്ങളോ തീരുമാനങ്ങളോ ആണ് ചിന്ത എന്ന് പറയും. ലളിതമായിട്ട് പറഞ്ഞാൽ പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും ഇടയിൽ നടക്കുന്ന വിവര വിശകലനമാണ് ചിന്ത. വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. ഇൻഫർമേഷൻ പ്രോസസ്. പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും ഇടയിൽ നടക്കുന്ന വിവര വിശകലനമാണ് ചിന്ത. പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും ഇടയിൽ നടക്കുന്ന, ഇതൊക്കെ നേരത്തെ നോട്ടിനകത്ത് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും നിങ്ങൾ എഴുതിയെടുത്തു. പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും ഇടയിൽ നടക്കുന്ന വിവര വിശകലനമാണ് ചിന്ത. നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വായനയിലൂടെയോ കേൾവിയിലൂടെയോ നമ്മുടെ മനസ്സിലേക്ക് വന്നു വീണ ഒരാശയം, ഒരു ചിന്ത, ഒരു വാക്ക്, ഒരു സ്പാർക്ക്, അത് നമ്മളെ പ്രചോദിപ്പിക്കും, ഉദ്ദീപിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലേ? അതുകൊണ്ടാണല്ലോ ആരാടാന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ആരാന്ന് പോയി നോക്കുന്നതിന് മുമ്പാണ് നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ നീ ആരടാ എന്ന് ഒറ്റ നിമിഷം കൊണ്ട്, ഇതിന്റെ ട്വിങ്കിളിംഗ് ഓഫ് ഐസ്, ഇതിന്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, നൊടിയിട, അല്ലെ, കണ്ണുമയക്കിനിടയിൽ എന്ത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിലൂടെ എന്ത് ചെയ്യുക, ഞാനെന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ആരാണ് അത്രയും ഉറപ്പുള്ള ആരാണ്, എന്നെ ഇത്രത്തോളം സഹായിക്കാൻ, എന്നെ ഇത്രത്തോളം വഴക്ക് പറയാൻ, എന്നെ ഇത്രത്തോളം എന്ത് ചെയ്യാം അങ്ങ് ഇകഴ്ത്താൻ തക്ക കെൽപ്പുള്ളവൻ ആരാണ് എന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വന്നിട്ട് അത് എന്നെ എന്ത് ചെയ്യും, ആ വാക്ക് എന്നെ അങ്ങ് പ്രചോദിപ്പിക്കും. ഞാനെന്ന വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഞാനെന്ന വ്യക്തിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഉത്ഭവം നമുക്കുണ്ടാകും. നമ്മുടെ കഴിവ്, നമ്മുടെ പ്രാപ്തി, നമ്മുടെ കുടുംബം, നമ്മുടെ ചുരുക്കം പറഞ്ഞ് നമുക്കുണ്ടാകും നമ്മുടെ എല്ലാ കഴിവുകളെയും നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രത്യുത്തരം പറയാൻ അല്ലെങ്കിൽ മറുപടി എന്ത് ചെയ്യാൻ പറയാൻ വേണ്ടി നമ്മളൊരു സമയമെടുക്കും. മറുപടി പറയുന്നതിന് മുമ്പ് ഇടയിൽ ഇതൊന്ന് ഈ നമ്മൾ സ്വയം ശേഖരിച്ച വിവരങ്ങൾ ഒരു വിശകലനത്തിന് വിധേയമാണ്. ഞാൻ പറയണോ വേണ്ടേ? ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പുറകോട്ടം നോക്കിയിട്ട് ആ പുള്ളിയെ മൊത്തം നമ്മളൊന്ന് വിലയിരുത്തും. എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഇപ്പൊ ചുരുക്കം പറഞ്ഞ് നമ്മളെ കുറിച്ച് തന്നെ ഒരു ചെറിയൊരു വിശകലനം നടത്തി നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട് നമ്മളിൽ ഉണർത്തപ്പെട്ട അറിവുകൾ എന്ത് ചെയ്യുക, നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഒരു വിശകലനത്തിന് വിധേയമാക്കി നമ്മൾ എന്ത് ചെയ്യും, പറയും. ഈ വിശകലനത്തിന് വിധേയമാക്കുന്ന പ്രവൃത്തിയാണ് ചിന്ത എന്ന് പറയുക, ഇൻഫർമേഷൻ ടെക്നോളജി, പ്രോസസ് എന്ന് പറയുക. ഞാൻ പറഞ്ഞ ആശയം വരെ മനസ്സിലായോ? അപ്പം ഇതൊരു പൊതു കാര്യമാണ്. നമ്മൾ ഈ പ്രഭാഷണത്തിൽ ചിന്ത എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച വിഷയം നമ്മളിലേക്ക് തന്നെ നമ്മളങ്ങ് സ്വാളോ ചെയ്യുമ്പോൾ നമ്മൾ അയവിറക്കണം. എന്നെക്കുറിച്ചുള്ള ഒരു പരാതി, ഞാൻ എപ്പോഴും ചൂയിങ്കം തിന്നും എന്നുള്ളതാണ്.
എന്നെ കാണുന്നവരൊക്കെ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ബബിൾക്കോ അല്ലെങ്കിൽ ഈ ഓർബിറ്റോ എന്തെങ്കിലും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അത് എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ടും പെട്ടെന്ന് തന്നെ നാക്ക് ഈ ഡ്രൈ ആകുന്നതുകൊണ്ടും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ദിവസം നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചേ, ഇത് നമ്മൾ അങ്ങ് ആമാശയത്ത് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളുടെ വായിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ രസപ്രധാനമായ ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അയവിറക്കുകയല്ല. ആണോ? അല്ല. ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വിഷയം ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുവാൻ വേണ്ടി നമ്മുടേതായ ചില ഉൽപ്പന്നങ്ങളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ തുടങ്ങുമ്പോഴായി ഈ പകൽക്കാലം മക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നന്മകൾ കാണാൻ നമ്മൾക്ക് മനസ്സിലാവും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സ്ഥിതിക്ക് വ്യാജം വരും. അതൊക്കെ ഡെയിലി നമ്മൾ കേട്ട് മടുത്ത സാധനങ്ങളാണ്. നമ്മളൊരു വിഷയം ഉണ്ടാക്കിയാൽ, നമ്മളൊരു വിഷയം പ്രസംഗിക്കാൻ പോയാൽ നമ്മുടേതായ ഉൽപ്പന്നങ്ങൾ, മനസ്സിലായോ? അതാരാണ്? അത് ഷാജന്റെ ഉൽപ്പന്നമാണ്, ഷാജന്റെ വാക്കാണ്, അല്ലെങ്കിൽ ഷാജൻ ബാറക്കലിന്റെ വാക്കാണ്, അദ്ദേഹത്തിന്റെ വാക്കാണത് എന്ന് പറയത്തക്ക നിലയിൽ ആഴത്തിൽ നമ്മുടെ കയ്യൊപ്പ് പതിപ്പിക്കത്തക്ക നിലയിൽ മനുഷ്യന്റെ വൈകാരിക തലങ്ങളെ, അവന്റെ ബൗദ്ധിക ബുദ്ധിപരമായ തലങ്ങളെ, അവന്റെ യുക്തിപരമായ തലങ്ങളെ, അവന്റെ ഒരു വിശ്വാസം ഒരുവനിൽ ജനിപ്പിക്കത്തക്ക നിലയിൽ അതിന് ഉപോത്ബലകമായി നമുക്ക് സമർപ്പിക്കുവാനും കഴിയത്തക്ക നിലയിലുള്ള ആശയഗംഭീരമുള്ള വാക്കുകളുടെ കൂട്ടങ്ങളെ നമ്മൾ സൃഷ്ടിക്കണം. എല്ലാം മനസ്സിലായോ? എന്ന് പറയാം. നമ്മളെടുത്ത ഈ വിഷയം ഏറ്റവും ഭംഗിയായി നമുക്ക് ഈ വിഷയം നല്ല ഭംഗിയായിട്ട് നമുക്ക് അങ്ങോട്ട് അവതരിപ്പിക്കാൻ, ഒരിക്കൽ പോലും നമ്മുടെ എല്ലാ പ്രസംഗങ്ങളും മറന്നുപോയാലും നമ്മൾ പറഞ്ഞൊരു വാക്ക്, ഒരു ചിന്ത അവരുടെ ഹൃദയത്തെ ഒരു കേൾവിക്കാരുടെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, തുടികുത്തിക്കൊണ്ടേയിരിക്കണം. അതൊരു ഉണർത്തുപാട്ടായി ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കണം. 10 മിനിറ്റ് അടുത്തുനിന്ന് ചെണ്ടകൊട്ട് കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ ചെണ്ടകൊട്ടുകാരൻ ചെണ്ടകൊട്ട് നിർത്തിയാലും നമ്മുടെ ഇയർ ഡ്രമ്മിൽ, നമ്മുടെ ചെവി കർണപടങ്ങളിൽ അവ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടുകൊണ്ടേയിരിക്കും, അല്ലേ? ആ താളം ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രസംഗിച്ച സകല പ്രസംഗങ്ങളും മറന്നുപോയാലും നമ്മൾ ഉപയോഗിച്ച ഒരു ചിന്ത, നമ്മൾ പറഞ്ഞ ഒരു ചിന്ത മറക്കാതിരിക്കണമെങ്കിൽ അവന്റെ മനസ്സിനെ, അവന്റെ വൈകാരിക തലങ്ങളെ സ്പർശിക്കണം, അവന്റെ ബുദ്ധിയുടെ തലങ്ങളെ സ്പർശിക്കണം. അവൻ ബുദ്ധിയും വൈകാരികമായ തലങ്ങളും എല്ലാം കൂടി യുക്തിപരമായി ചിന്തിച്ചൊക്കെ ആണല്ലോ ഒരു തീരുമാനമെടുക്കുന്നത്. അവന്റെ യുക്തിപരമായ ഇടങ്ങളെ സന്ദർശിക്കണം. അവനെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ എപ്പോഴും അവന്റെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരിക്കണം. അത്തരത്തിലുള്ള ആശയങ്ങളുടെയും വാക്കുകളുടെയും കൂട്ടങ്ങളെയാണ് നമ്മൾ പ്രസംഗങ്ങളിൽ ചിന്തകൾ എന്ന് പറയുക. മനസ്സിലായോ? നമ്മൾ പ്രസംഗിക്കുന്ന ഒരു പക്ഷേ തകർന്നു പോയ കുടുംബത്തെ കുറിച്ചാവാം, നമ്മൾ പ്രസംഗിക്കുന്നത് ആരോഗ്യമുള്ള സമൂഹത്തെ കുറിച്ചാകാം. നമ്മൾ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ശ്രോതാവിന്റെ മനസ്സിൽ ഇങ്ങനെ തുടികുട്ടി ഉണരുന്ന, എപ്പോഴും ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന, എപ്പോഴും ചാമരം വീശി നിൽക്കുന്ന മനോഹരമായ ചിന്തകൾ നമ്മൾ സൃഷ്ടിക്കാൻ ഇടയാകണം. അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഈ ചിന്തകൾ ഇങ്ങനെ അവന്റെ എല്ലാ തലങ്ങളെയും, ശാരീരിക മാനസിക തലങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ആ ആശയത്തിന് അവൻ വിധേയപ്പെടും, കീഴടങ്ങും എന്നുള്ളതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചേ, ഒറ്റ വാക്ക് യേശു പറഞ്ഞുകൊള്ളൂ, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. എന്നെ അനുഗമിപ്പിൻ, ഇത്രേ പറഞ്ഞുള്ളൂ. ചിലരോട് പറഞ്ഞ് എന്നെ അനുഗമിപ്പിൻ, ഇത്രേ പറഞ്ഞുള്ളൂ. ചിലരോട് മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ എന്നെ ഫോളോ മീ, ഇത്രേ ഉള്ളൂ. ഐ വിൽ മേക്ക് ഫിഷേഴ്സ് ഓഫ് മെൻ, ആളുകളെ പിടിക്കുന്നവരാക്കാൻ ഞാൻ. ശ്രദ്ധിച്ചേ, അനുഗമിക്കുക എന്നുള്ള ഫോളോ മീ എന്നുള്ള ഒറ്റ വാക്ക്, ആ ഒറ്റ വാക്കിൽ 12 പേരെന്ത് ശിഷ്യന്മാരായിട്ടും 70 വേറെ ശിഷ്യന്മാരായിട്ടും ആയിരങ്ങൾ തന്റെ പിന്നാലെ സഞ്ചരിക്കാൻ ഇടയാകുന്നെങ്കിൽ, 5 അപ്പം കൊണ്ട് 5000 പേരെ ഘോഷിക്കുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ 5000വും പിന്നെ അതിനോടൊപ്പമുള്ള
മറ്റ് ആളുകളെ കൂട്ടിക്ക് ഒരു 10-25,000 പേര് തന്റെ പ്രഭാഷണം കേൾക്കാൻ അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് നോക്കിക്കുകയും അപ്പം ആ പ്രസംഗത്തിന്റെ ആ ക്രാന്തദർശിയുടെ അല്ലെങ്കിൽ ആ പ്രഭാഷകന്റെ വാക്കുകളുടെ മാധുര്യം അല്ലെങ്കിൽ ആകർഷണീയത എത്രത്തോളം വലുതാണ്, ആ പ്രഭാഷകന്റെ വാക്കുകളുടെ ചാതുര്യം എത്രത്തോളമാണ്, ആ പ്രഭാഷകൻ ഉന്നയിച്ച ചിന്തകൾ എത്രത്തോളം മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി അവനെ തന്നോടൊപ്പം വലിച്ചടിപ്പിച്ചു, പിരിഞ്ഞു പോകാൻ തന്നോടൊപ്പം ഒട്ടി നിൽക്കാൻ വീണ്ടും 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 ജനത്തെ പ്രേരിപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? ഒരു കുടുംബത്തിൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യക്കാർ മുഴുവൻ അകത്ത്, അത്യാവശ്യക്കാരൻ പുറത്തും. പിന്നെ മേൽക്കുര പൊളിച്ചാണ് ഈ ആവശ്യക്കാരന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുക, ഇറക്കുന്നത്. ഞാൻ പറഞ്ഞത് യേശുവിന്റെ അങ്ങോട്ട് ഒട്ടു നിൽക്കാൻ, പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലാതെ നിൽക്കണമെങ്കിൽ ആ യേശുവിന്റെ ദൈവത്വമാണ്. അതൊക്കെ നമുക്ക് സംബന്ധിക്കാം. ഈ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുക അവന്റെ വാക്കുകളുടെ ലാവണ്യം എത്രത്തോളമാണ്. യേശു എങ്ങും പോയി ഒരു കോമഡി പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഉണ്ടോ? നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു, കൺവെൻഷൻ. അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, 1-ാം ദിവസം പാസ്റ്ററെ ഇന്നയാൾ വന്ന് പ്രസംഗിക്കുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. 2-ാം ദിവസം ഇന്നയാൾ വന്ന് പ്രവചനം, ഭാവികാല സംഭവത്തെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഇന്നയാളെ 2-ാം ദിവസം വിളിച്ചിട്ടുണ്ട്. 4 ദിവസത്തെ കൺവെൻഷനാണ്. 3-ാമത്തെ ദിവസം ഇന്നയാളെ ഞാൻ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ച്, അടിസ്ഥാന ഉപദേശങ്ങളെ സംബന്ധിച്ച് നന്നായി ജനത്തെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ വിഷയം കൊടുത്ത് ഞാൻ 3-ാമത്തെ ദിവസം പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട്. 4-ാമത്തെ ദിവസം, ലാസ്റ്റ് ദിവസമാണ്. 3 ദിവസവും നല്ല പ്രഭാഷണവും നല്ല പരിപാടിയൊക്കെയാണ്. 4-ാമത്തെ ദിവസം പാസ്റ്റർ വന്ന് ആ കോമഡി ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്ന് ഞാനൊരു പ്രഭാഷണം വിളിച്ചു പറഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ശ്രദ്ധിച്ചേ, നമ്മൾ അതിനുവേണ്ടി തന്നെ കാറ്റഗറൈസ് ചെയ്ത കുറെ ആളുകൾ. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ കേവലം ഇതൊക്കെ ഇതിനകത്ത് നമ്മള് ഈ പ്രസംഗശാസ്ത്രം പഠിക്കുമ്പോൾ അതിനെ ആത്മീയതയായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തത് നമ്മുടെ സിസ്റ്റം പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയെ പഠിക്കുന്നത്. പ്രസംഗം എങ്ങനെയായിരിക്കും അതിന് നമ്മൾ ആത്മീയ ശുശ്രൂഷയായിട്ട് കൂട്ടിക്കലർത്തുന്നത്. കൃത്യമായി നമ്മൾ നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ശ്രമിക്കണം, നല്ല ചിന്തകൾ പറയാൻ ശ്രമിക്കണം. ചിന്തകളാണ് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിനെ തീ കൂട്ടുന്നത്. നമ്മുടെ മനസ്സിൽ തീ കൂട്ടുന്നത് ചിന്തകൾക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് നേരെ ശക്തമായി അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നൽ ഉണ്ടാകണമെങ്കിൽ, ഞാൻ പിടിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം ശരിയാണെന്നും ശരിയല്ല എന്ന് എനിക്ക് തോന്നണമെങ്കിൽ, ഞാൻ എൻ്റെ ചെവിയിൽ ശരിയല്ലാത്ത നിലയിൽ ഇത് ശരിയല്ല എന്ന് എനിക്ക് തോന്നത്തക്ക നിലയിൽ കൃത്യമായി എന്നെ പറഞ്ഞ് പഠിപ്പിക്കാനും എന്നെ ആഴത്തിൽ സ്പർശിക്കാനും എന്നെ അതിൽ നിന്നും വലിച്ചു മാറ്റിയിട്ട് ഒരു വേറിട്ട ചിന്തയ്ക്ക് ഒരു ആരംഭം കുറിക്കത്തക്ക നിലയിൽ ഉള്ള പ്രഭാഷണ വാക്കുകളും ചിന്തകളും ഒരു പ്രഭാഷകനും ഉണ്ടായിരിക്കും. അപ്പോൾ ചിന്ത എന്ന് പറഞ്ഞത് പ്രചോദനത്തിനും പ്രത്യുത്തരത്തിനും ഇടയിൽ നടക്കുന്ന വിവര വിശകലനമാണ്. നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ ഇങ്ങനെ അമ്മാനമാടുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെ എന്താണ് തിരിച്ച് മറുപടി പറയേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനിടയിൽ നടക്കുന്ന വിവര വിശകലനം. എന്നാൽ ശരിയാണോ തെറ്റാണോ? ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കുമ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിച്ചിട്ട് ഒരിക്കൽ പോലും മറക്കാനാവാത്ത വിധത്തിൽ അവന്റെ ഹൃദയത്തോട് ചേർത്ത് എഴുതി വെക്കുമ്പോഴാണ് അവൻ തീരുമാനങ്ങൾ മാറ്റി കേട്ട നമ്മുടെ വാക്കുകൾക്ക് അനുസരിച്ച് അവനെ തന്നെ സമർപ്പിക്കാൻ ഇടയാകുന്നത്. അപ്പം സൃഷ്ടിപരമായ വിമർശനങ്ങളും ചിന്തകന്റെ അടയാളമാണ്. ഇവിടെ ചില ആളുകൾ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് ഈ ഇന്നത്തെ പ്രഭാഷണങ്ങളൊന്നും ഒരു വിരോധവും ഇല്ല. ഞാൻ ഇത് പഠിപ്പിക്കുന്നതുകൊണ്ട് അതിന്റെ വിപത്തുകൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചില ആളുകള് ഇങ്ങനെ നമ്മളൊക്കെ പണ്ട് പ്രസംഗം ഉണ്ടാക്കുമ്പോൾ പ്രസംഗം എഴുതിയിട്ട് ഇന്നോടത്ത് ഹല്ലേലൂയ പറയണം, ഉറക്കെ പറയണം, ഇന്നോടത്തൊരു പാട്ട് പാടണം, ഇന്നോടത്തൊരു കോമഡി പറയണം, ഇന്നോടത്തൊരു ഉദാഹരണം പറയണം എന്നിങ്ങനെ മൊത്തം പ്രസംഗം എഴുതുന്നത് അതിന്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കും. അത് നോക്കി ഇങ്ങനെ പ്രസംഗിച്ച് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അവിടെ വരുമ്പോൾ ഒരു സ്വോത്രം ഹല്ലേലൂയ ഉറക്കെ പറയും. പിന്നെ ആ പ്രസംഗം വായിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അത് വെച്ചോണ്ടാണ് പ്രസംഗിക്കുന്നത് ആദ്യമൊക്കെ. അപ്പം അവിടെ ഒരു ചെറിയൊരു ഉദാഹരണം പറയും, അവിടെ ചെറിയൊരു കോമഡി പറയും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധം വേണമെന്നൊന്നുമില്ല. ജനങ്ങളെ എന്ത് ചെയ്യുക, അപ്പൊ ഇന്നത്തെ പ്രസംഗം മുഴുവൻ, ഇന്നത്തെ ചിന്തകൾ മുഴുവൻ, ഇന്നത്തെ ആശയങ്ങൾ മുഴുവൻ
എടുത്ത വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ചിന്തകൾ മുഴുവൻ അതിലേക്ക് വലിച്ചു കെട്ടാനുള്ള ഒരു വലിയ ശ്രമമാണ് പലപ്പോഴും ആളുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചില പ്രഭാഷണം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രസംഗം കഴിയുമ്പോൾ, ചില കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ മുടക്കുന്നല്ലാതെ യാതൊരു വിധമായ ഗുണമില്ലാതെ പോകുന്നതിന്റെ രഹസ്യം. പോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഒരു പ്രഭാഷകൻ ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണങ്ങൾ. ഒന്നാമത്തെ കാര്യം ദൈവനിയോഗം, 2 ഉൾപ്രേരണ, 3 ധീരത, ആത്മാർത്ഥത, ഉൾപ്രേരണ, ധീരത, പാണ്ഡിത്യം, അധ്വാനശീലം, ചിന്ത. ഇനി ബാക്കി ഒരു കുറച്ചുകൂടി ഉണ്ട്. അതിനുശേഷം നമുക്ക് മറ്റാരും കൂടി ചിന്തിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് തന്ന പോലെ ഈ ക്ലാസ്സിന് അവസാനം ഇതിന് വിശാലമായ നോട്ട് തരുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചുരുങ്ങിയ നിമിഷം മാത്രമേ ഉള്ളല്ലോ, നമുക്ക് ഇനി ചെറിയ ക്ലാസ്സുകളേ ഉള്ളല്ലോ. അതുകൊണ്ട് ഒരു പ്രസംഗത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദ ക്രമീകരണങ്ങൾ, അവതരണ രീതികൾ, അതുപോലെ തന്നെ പിന്നെ പ്രഭാഷകന്റെ വിജയ രഹസ്യങ്ങൾ, പ്രഭാഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ലാലുജ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. ദൈവം സഹായിച്ച് നമ്മുടെ ഫോമുകൾ ഫില്ല് ചെയ്യാനുള്ളവർ ഫില്ല് ചെയ്യുക. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും അവസാനമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, സ്തോത്രം. സ്വർഗ്ഗസ്നായങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പ ഈ സമയത്തിനായിട്ട് വിടുന്ന നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രക്ക് ബെങ്കാനിമാദൈവമുള്ള കർത്താവ്, അവിടുത്തെ പാത വീഴ്ത്തിരുന്ന കർത്താവ്, സ്തോത്രം. അനുഗ്രഹപ്പെട്ട വചനങ്ങളൊക്കെയും കർത്താവ്, സ്തോത്ര പ്രസംഗത്തിന്റെ കർത്താവ്, ഹാലേലിയ കർത്താവ്, സ്തോത്ര പോയിന്റിലൊക്കെ കർത്താവെ പഠിപ്പിക്കാൻ തക്കണം ദേവദാസനെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തുന്നതായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലിയ കർത്താവ്, ഇതൊക്കെയും കർത്താവ് ഞങ്ങളുടെ മനസ്സിലെ ഹൃദയത്തിൽ കർത്താവ് പതയണം. അപ്പാ സ്തോത്രം. ഹാലേലിയ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കണം. കർത്താവ് ദേവദാസനെ കർത്താവ് കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം. ഹാലേലിയ കർത്താവ്, ഈ പ്ലേറ്റുകൾ കടത്തുന്ന എല്ലാ ദേവദാസന്മാരെയും കർത്താവ് സ്വർഗ്ഗം കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ കർത്താവ്, കടന്നു വന്ന ദേവദാസന്മാരൊക്കെയും കർത്താവിന്റെ കരങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സർവ്വ കർത്താവ് ദൈവിക ജ്ഞാനം പ്രാപിച്ച് കൃപ പ്രാപിച്ച് കർത്താവ് സ്തോത്ര ഹാലേലിയ ദൈവത്താലെ ഹാലേലിയ കർത്താവ് സ്തോത്ര കൃപ പ്രാപിക്കാൻ തക്കണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. ഹാലേലിയ കർത്താവ് ഷാലു കർത്താവ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. ലാലു പാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബൈബിൾ കോളിന്റെ കർത്താവ് സ്തോത്രം ഇങ്ങനെ കർത്താവ് സ്തോത്ര പ്രോഗ്രാം നടത്തുവാൻ തക്കണം കർത്താവ് അവിടുന്ന് ഓർത്ത ദർശനത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവ് ഇത് കണ്ടിന്യൂ പോകാൻ തക്കണം കർത്താവ് അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥനയ്ക്കുന്ന സ്തോത്രമായി തപ്പിച്ചെടുക്കണം കർത്താവ്. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും അല്ലെങ്കിൽ പ്രത്യേകാൽ ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയങ്ങൾ എല്ലാവർക്കും നന്ദി. അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.